ഭാഷ നേരെ ചൊവ്വെ പ്രയോഗിക്കാൻ അറിയാത്തത് ഒരു കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അത് അറിയില്ല എന്നുള്ളത് സമ്മതിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ നമ്മുടെ റഹീമിന് അതുമാത്രം പറ്റില്ല. എന്തായാലും ഏറ്റവും ഒടുവിലെ ട്രോൾ വീഡിയോയ്ക്ക് അദ്ദേഹം ഒരു മറുപടിയായി പറഞ്ഞിട്ടുള്ളത് എന്റെ ഭാഷയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, ഞാനത് സോൾവ് ചെയ്യും എന്നതാണ്. എന്തായാലും മറ്റൊരു ട്രോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആ ട്രോൾ വീഡിയോയിലെ ചില പ്രധാന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. വീഡിയോ കാണിക്കുക. അതിനുശേഷം ഇത് ഡൽഹിയിൽ നടന്ന ഒരു സംഭവമാണ്. ഇനി ഭാഷ അറിയാഞ്ഞിട്ടാണോ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ബസ് മാറിക്കേറിയതാണോ, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയില്ല. എന്തായാലും അതിനിടയിൽ ഈ മുദ്രാവാക്യം വിളികൾക്കിടയിൽ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുന്നിടത്ത് വാ പൊത്തണം എന്ന ഭാവത്തിൽ റഹീം ഇരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. റഹീം മാത്രമല്ല, കേരളത്തിലെ മറ്റൊരു MP കൂടെയുണ്ട്. VV ശിവദാസനാണ് കൂടെയുള്ളത്. എന്തായാലും രണ്ടുപേരും കൂടി കേരളത്തിലുള്ള ആൾക്കാർക്കൊരു നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നു. ഈ വീഡിയോയുടെ താഴെ കമന്റ്സ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഭാഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാവില്ല. പക്ഷേ റഹീമിനെ പോലെ ധാരാളം ബിരുദങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഭാഷ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാകില്ല. അദ്ദേഹത്തിന് LLB ഉണ്ട്, അതുപോലെ തന്നെ മാസ്റ്റർ ബിരുദം ഏത് സബ്ജക്റ്റിലാണ് എന്ന് എനിക്കറിയില്ല, മാസ്റ്റർ ബിരുദമുണ്ട്. ഇത്രയൊക്കെ പഠിച്ച ഒരു വ്യക്തിക്ക് ഒരു നിസ്സാരമായ രീതിയിലെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല എങ്കിൽ ഇദ്ദേഹം എന്താണ് പഠിച്ചത് എന്ന് ഈ പൊതുസമൂഹം ചോദിക്കുന്നതിൽ യാതൊരു കുറ്റവുമില്ല. ഇതിനു മുൻപും പാർലമെന്റിലെ ഒരു പ്രസംഗത്തിൽ വളരെ വീരോചിതമായ ഒരു പ്രസംഗം നടത്തി റഹീം നമ്മളെയൊക്കെ കോരിത്തരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഭാഷ അറിയാത്ത ഒരാളെ കളിയാക്കുകയല്ല, ഇത്തരത്തിലുള്ള ട്രോൾ വീഡിയോകൾ ധാരാളമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റഹീമിനെ പറ്റി വരുന്നുണ്ട്. റഹീം ഇനിയും ഇതുപോലുള്ള ഭാഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണിക്കാതിരിക്കാൻ ഒന്നുകിൽ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കുക, അല്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും മനോഹരമായ മാതൃഭാഷ തന്നെ സംസാരിച്ച് ഒരു ട്രാൻസ്ലേറ്ററിനെ കൂടെ വെച്ചോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചോ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് കേരള സമൂഹത്തിന് അദ്ദേഹത്തിനോട് അപേക്ഷിക്കാനുള്ളത്. അത് അദ്ദേഹം ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്, എനിക്ക് പറയാനുള്ളത് ഞാനത് പരിഹരിക്കുമെന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തെ കൂടുതലൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്യണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.